Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. അപ്പോൾ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുണ്ട്. അതെടുക്കാം. കഴിഞ്ഞ ഇതുവരെയുള്ളത് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മളെ പെർഫോമൻസ് സർപ്രൈസിൽ വരെയാണ് എടുത്തത് അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ആഴ്ച കൊണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ഒരാഴ്ചയായി ഗ്യാപ്പ് ഉണ്ട്. മറന്നു പോകരുത്, ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കണം. അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മോട്ടിവേഷൻ തുടങ്ങി ക്ലാസ് എടുക്കാലോ. ഇപ്പൊ മനസ്സിലാക്കാം, നമുക്ക് മോട്ടിവേഷനിലേക്കാണ് നമ്മളല്ലേ. നമുക്കറിയാം ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത് ആ മനുഷ്യന്റെ ആ ഒരു കഴിവ് മാക്സിമം ഏതൊരു സ്ഥാപനമാണോ അതിലേക്ക് അതിലേക്ക് അദ്ദേഹം മാക്സിമം വർക്ക് അല്ലെ അവന്റെ എല്ലാ വിഭവശേഷിയും ആ ഒരു ഫേമിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അല്ലെ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ, അവരിലേക്ക് ഒരു പ്രേരണ ഉളവാക്കുന്ന ഒരു കാര്യമാണ് മോട്ടിവേഷനിൽ പഠിക്കാനുള്ളത്. മോട്ടിവേഷൻ പലതരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ടാവും അല്ലെ. ഒരു വ്യക്തിക്ക് നന്നായിട്ട് തന്നെ ഒരു ഫേമിൽ വർക്ക് ചെയ്യണമെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രേരക ഘടകങ്ങൾ ഉണ്ടാവോ? നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെ പല കാര്യങ്ങളും പ്രേരിപ്പിച്ചിരിക്കും, ഉണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ പ്രേരണകൾ ഉണ്ടായി കാണും അല്ലെ. അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥാപനം നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ പ്രേരക ഘടകങ്ങളായിരിക്കും അദ്ദേഹത്തെ അവിടെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? എന്തൊക്കെ ഘടകങ്ങളായിരിക്കും? ഒരു ഘടകമില്ല, ഒരു സ്ഥാപനത്തിൽ അവർക്ക് സാലറി കിട്ടുന്നത് അതുണ്ടാവും, പ്രതീക്ഷയുണ്ടാവും. പിന്നെ സാലറി മാത്രമാണോ പ്രതീക്ഷിക്കുന്നത്? കരിയർ ഗ്രോത്ത്, ഓക്കെ, നല്ലൊരു കുറച്ചും കൂടി നമ്മുടെ അല്ലെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒന്നുകൂടി ഉയർച്ച കിട്ടും. ആ സ്ഥാപനത്തിന് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് വ്യത്യസ്തമുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു സാലറി അല്ലെ, ആ സാലറി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ. അത് നമുക്കറിയാം, പണം ആണ് അതിന് പ്രധാന ഘടകമായിട്ട് വരുന്നത്. അതല്ലാതെ ചില ഘടകങ്ങളുണ്ട് അല്ലെ. നല്ലൊരു എൻവയറമെന്റ്, നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ വർക്ക് ചെയ്യാനായിട്ടോ അവിടുത്തെ വർക്കേഴ്സിനെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിലെ അല്ലെ നമ്മൾ സ്ട്രെസ് കുറവാണ്. ഓക്കെ, അങ്ങനെ സ്ട്രെസ് ഒന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ് എങ്കിലൊക്കെ അവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് എല്ലാവരും സന്നദ്ധരാകും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രേരക ഘടകങ്ങളുണ്ട്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഓക്കെ, ഫിനാൻഷ്യൽ അല്ലാത്ത തരത്തിലുള്ള വ്യത്യസ്ത പ്രേരക ഘടകങ്ങളും അദ്ദേഹത്തിനുണ്ടാകും. അപ്പൊ അത് തന്നെയാണ് മോട്ടിവേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പ്രേരക ഘടകങ്ങളാണ് അല്ലെ. അവിടെ വർക്ക് ചെയ്യാനായിട്ട് മാക്സിമം അത് മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന ഘടകങ്ങൾ മാത്രമല്ല, നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാൻ മാനേജ്മെന്റിൽ നല്ല പല തന്ത്രങ്ങൾ ഉപയോഗിക്കും അല്ലെ. അവര് ഏതൊരു എംപ്ലോയി ആണോ ആ എംപ്ലോയിയിൽ നിന്ന് നല്ലൊരു റിസൾട്ട് അദ്ദേഹം മാക്സിമം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും മാനേജ്മെന്റ് ഉണ്ടാക്കും. അതാണ് പ്രധാനമായിട്ടും സ്ഥാപനത്തില് കുറച്ച് റെഗുലേഷൻസ് ഒക്കെ കൂടുതൽ ഇന്ന ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കോംപ്ലിമെന്റ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടി സാലറി കൂട്ടിത്തരും, അതല്ലെങ്കിൽ ഒരു ലീവ് കിട്ടും അല്ലെ, സാലറിയോട് കൂടിയുള്ള ലീവ് കിട്ടും. അങ്ങനെ പല പല കോംപ്ലിമെന്റും ഇതാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ അതെല്ലാം തന്നെയാണ് ഈ മോട്ടിവേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പോയിന്റിലേക്ക് പോകാം. Motivation. The goals of the individuals and the organization can be attained through persuading workers toward productive performance called motivation process. അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട ഒരു പോയിന്റ് തന്നെയാണ് എന്താണ് മോട്ടിവേഷൻ പ്രോസസ് എന്നുള്ളത്. അപ്പൊ മോട്ടിവേഷൻ പ്രോസസ്, മോട്ടിവേഷൻ എന്താന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ, എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. അത് കൃത്യമായിട്ട് സെന്റൻസ് ബേസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്താണ് ഒരു ഓർഗനൈസേഷൻ അല്ലെ, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ പെർസ്യൂയിങ് വർക്കേഴ്സ് ടുവേർഡ് പ്രൊഡക്റ്റീവ് പെർഫോമൻസ്. പ്രൊഡക്റ്റീവ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഉൽപാദനക്ഷമമായ രീതിയിൽ തന്നെ അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നല്ല ഒരു ഉൽപാദനക്ഷമതയുള്ള തൊഴിലാളി അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെ എന്തൊക്കെ ഘടകങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ടോ, പെർസ്യൂഡിംഗ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക,
അപ്പൊ എന്തൊക്കെ പ്രേരക ഘടകങ്ങൾ കൊടുത്തിട്ടാണോ ഈ ഒരു നല്ലൊരു അല്ലെ എൻകറേജ് ചെയ്യിക്കുക, ഓക്കെ, അത് എൻകറേജ് ചെയ്യിപ്പിച്ച് അവിടെ കൊണ്ട് അവരുടെ തൊഴിലിൽ നിന്ന് ഏറ്റവും മാക്സിമം അല്ലെ നല്ല ഉത്പാദനക്ഷമമായ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പെർസ്യൂഡിങ്, എന്തൊക്കെ മോട്ടിവേഷൻസ് കൊടുക്കുന്നുവോ അതിനെയാണ് എന്തെന്ന് പറയുന്നത് മോട്ടിവേഷണൽ പ്രോസസ് എന്ന് പറയുന്നത്. The goal of the individuals and the organization can be achieved through persuading workers toward productive performance called the motivation process. അപ്പൊ ഒരു നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കലുമാവും അവിടെയുള്ള പേഴ്സൺസിനെ ഇൻഡിവിജ്വലൈസ് നോക്കി കഴിഞ്ഞാൽ അവരുടെയും ആഗ്രഹങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലെ. അവർക്ക് എന്തെങ്കിലും പ്രേരക ഘടകങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ മൈൻഡ് സംതൃപ്തിയാവുന്നു. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്, ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാക്സിമം റിസൾട്ട് അല്ലെ നല്ല ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത്. അതാണ് ആ സെന്റൻസിൽ മീൻ ചെയ്യുന്നത്. The goals of the individuals and the organization can be achieved through persuading workers. Persuading എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ. Towards productive performance. Productive performance എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്പാദനക്ഷമമായ രീതിയിൽ അല്ലെ നല്ലൊരു ഉത്പാദനക്ഷമമായ പ്രകടനം കാഴ്ചവെക്കുന്നതിലേക്ക് എന്തൊക്കെ പ്രേരക ഘടകങ്ങൾ അത് വ്യക്തിപരമായ രീതിയിലും ഓർഗനൈസേഷനും ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? വീണ്ടും നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നു, ഇറ്റ് അട്രാക്ട്സ് ആൻഡ് ബിഗിൻസ് ആക്ഷൻസ് ആൻഡ് ഓൾസോ ആക്ട് ആസ് എ ഫാക്ടർ ഇൻ ദ കണ്ടിന്യൂവേഷൻ ഓഫ് ആക്ടിവിറ്റി അണ്ടിൽ ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അറ്റൈൻഡ്. അതായത് ഈ ഒരു അട്രാക്ഷൻ അല്ലെ ആ ഒരു വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് എപ്പോഴാണത് എന്ത് ചെയ്യുന്നത്, അത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ ആ ഒരു പ്രവർത്തനം കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇറ്റ് അട്രാക്ട്സ് ആൻഡ് ബിഗിൻസ് ആക്ഷൻ ആൻഡ് ഓൾസോ ആക്ട് ആസ് എ ഫാക്ടർ ഇൻ ദ കണ്ടിന്യൂവേഷൻ ഓഫ് ആക്ടിവിറ്റി അണ്ടിൽ ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അറ്റൈൻഡ്. ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരേക്കും ഈ പ്രേരക ഘടകങ്ങളെല്ലാം അവർക്ക് ഒരു മോട്ടിവേറ്റീവ് ആയിട്ട് അല്ലെ നല്ലൊരു മാക്സിമം അവരുടെ റിസൾട്ടുകൾ അവരുടെ തൊഴിൽ നേടിയെടുക്കാൻ അല്ലെ അവരുടെ ഉത്പാദനക്ഷമത നേടിയെടുക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഓക്കെ അല്ലെ, മോട്ടിവേഷൻ എന്താന്നുള്ളത് ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്യാം. The goals of the individuals and organization. അത് എന്താണ് മോട്ടിവേഷൻ എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അല്ലെ നമുക്കറിയാം പ്രേരക ഘടകങ്ങളാണ് മാക്സിമം പെർഫോമൻസ് കിട്ടാനായിട്ട് നല്ല ഉത്പാദനക്ഷമമായിട്ടുള്ള പെർഫോമൻസ് കിട്ടും. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റീവ്സിലേക്ക് പോകട്ടെ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ. അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലായി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തായാലും ഈ ലക്ഷ്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. അവിടെ വർക്കേഴ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള കുറെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രേരക ഘടകങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ അപ്പോ ഒബ്ജക്റ്റീവ്സിൽ നോക്കാം. It is the purpose of motivation to create conditions in which people are willing to work with passion, initiative, interest and enthusiasm, with a high personal and group moral satisfaction, with a sense of responsibility, loyalty and discipline, and with the pride and confidence in a most concurrent manner. ഇനി അതൊരു വലിയ സെന്റൻസ് ആയാലും ഞാൻ എവിടെയും കൊണ്ട് നിർത്തിയാലും എന്താണ് ഈ സെന്റൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് പ്രധാനമായിട്ട് അല്ലെ എന്താണ് മോട്ടിവേഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. ആളുകളെ തയ്യാറാക്കി എടുക്കുക അല്ലെ അവിടുത്തെ എംപ്ലോയീസിനെ നല്ല ഒരു രീതിയിൽ ക്രിയേറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക് ചെയ്യാനായിട്ടുള്ള നല്ലൊരു കണ്ടീഷൻ അതിലേക്ക് അല്ലെ അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പൊ അവർക്ക് എന്തൊക്കെ മോട്ടിവേഷൻസ് അത് ഏത് രീതിയിലായിരിക്കണം അങ്ങനെ മോട്ടിവേഷൻസ് ഒക്കെ ചെയ്യേണ്ടത്. വിത്ത് പാഷൻ ഇനീഷ്യേറ്റീവ് അല്ലെ അവര് എല്ലാ കാര്യങ്ങളും എന്താണ് വെറുതെ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ എല്ലാ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടത് അല്ലെ. അവരെപ്പോഴും എന്താണ് നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക കൺഹറന്റ് മാനർ എന്ന് പറയുമ്പോൾ എന്താണ് കൺഹറന്റ് മാനർ എന്ന് പറയുമ്പോൾ അഭിനിവേശത്തോടെ അല്ലെ അവര് വർക്കിലേക്ക് ഏർപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ കെയർലെസ് ആയിട്ടല്ല എന്തോ ചെയ്തു എന്നുള്ള രീതിയിലല്ല അവര് നല്ല മാക്സിമം റിസൾട്ടിന് വേണ്ടിയിട്ട് എന്താണ് നല്ല അഭിനിവേശത്തോടെ അല്ലെങ്കിൽ നല്ല ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ എന്താണ് അവർക്ക് നല്ല അച്ചടക്ക ബോധത്തോടെ അല്ലെ അങ്ങനെ ഓരോ പോയിന്റ്സും നിങ്ങൾ നോക്കാം അല്ലെ. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കൺകറന്റ് മാനർ എന്ന് പറയുമ്പോൾ നല്ല അഭിനിവേശ മാനത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതേമാതിരി തന്നെ എന്താണ് അഭിമാനത്തോടു കൂടി നല്ല അച്ചടക്കത്തോടു കൂടിയിട്ട് അതോടൊപ്പം തന്നെ വിശ്വസ്തയോടു കൂടിയിട്ട് വീണ്ടും പറയുന്നു നല്ല ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അല്ലെ. ഒപ്പം എന്താണ് നല്ല രീതിയിലുള്ള ധാർമ്മിക മൂല്യങ്ങൾക്കൊക്കെ ഒരു തൃപ്തി കൊടുക്കുന്ന വിധത്തില് ഹൈ
പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് മോറൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അവർക്ക് എന്താണ് നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ തൃപ്തികരമായിട്ടുള്ള ജോലി അവർ നിർവഹിക്കണം. വളരെ കെയർലെസ് ആയിട്ടൊന്നല്ല ചെയ്യേണ്ടത്, എല്ലാം കോൺഫിഡൻസോടും നല്ല ആത്മാഭിമാനത്തോടും നല്ല റെസ്പോൺസിബിൾ ഉത്തരവാദിത്ത ബോധത്തോടും ഒക്കെ ആയിരിക്കണം അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ഓർഗനൈസേഷന് വിചാരിക്കുന്ന ഒരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ അത് തന്നെയാണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ മോട്ടിവേഷന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ പർപ്പസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഓഫ് മോട്ടിവേഷൻ ടു ക്രിയേറ്റ് എ കണ്ടീഷൻ ഇൻ വിച്ച് പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക് വിത്ത് പാഷൻ, അല്ലെ? എന്ത് മുൻകൈ എടുക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം, അല്ലെ? അതിനോട് ഒരു അടുപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ആ ഒരു ജോലിയോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാം ധാർമ്മികമായ മൂല്യങ്ങളൊക്കെ, അല്ലെ? അതോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ആ ഒരു ജോലി എന്താണോ ഒരു എംപ്ലോയിക്ക് കിട്ടിയിരിക്കുന്ന ജോലി, ആ ജോലിയെ അവൻ ഏറ്റവും ഇഷ്ടത്തോടും, അല്ലെ, തൃപ്തിയോടും, അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധത്തോടും അഭിനിവേശത്തോടും മുൻകൈ എടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റിയോട് കൂടിയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, റിസൾട്ട് എങ്ങനെയായിരിക്കും? അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട രീതിയിലോ മാക്സിമം എഫേർട്ട് ഒക്കെ എടുത്തൊക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്? എന്തായിരിക്കും? മാക്സിമം റിസൾട്ട് കിട്ടുവോ ഇല്ലയോ? ആയിരിക്കും. ഓക്കെ, കൂടുതലായിരിക്കും, അല്ലെ? നല്ല റിസൾട്ട് ആയിരിക്കും. അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നതാണ് എന്താ മോട്ടിവേഷന്റെ ഒബ്ജക്റ്റീവ്സ്. അത് പല ടേംസിൽ എടുത്ത് പറയുന്നുണ്ട്. എന്താണ് എല്ലാം, അല്ലെ? എല്ലാ കാര്യങ്ങളും, അത് എല്ലാ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വിവരിക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ബോധം വേണം, വിശ്വസ്തത ഉണ്ടാവണം, അച്ചടക്ക ബോധത്തോടെ, ആത്മവിശ്വാസത്തോടെ, എന്താണ് അഭിനിവേശത്തോടെ എല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് വില്ലിംഗ് ആയിരിക്കുന്ന കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോട്ടിവേഷന്റെ പർപ്പസ്, ഉദ്ദേശം എന്നുള്ളത്. അപ്പൊ അതും ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് മോട്ടിവേഷൻ ടു ക്രിയേറ്റ് എ കണ്ടീഷൻ ഇൻ വിച്ച് പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക്, അല്ലെ? അത് ചെയ്യാനായിട്ടുള്ള ഒരു സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോട്ടിവേഷന്റെ ഉദ്ദേശം, അല്ലെ? ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് പോവുക. ഞാൻ എന്താണ് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. നെക്സ്റ്റ് സെന്റൻസിൽ എന്താ പറയാ, നമ്മൾ കുറച്ച് വെച്ച് നിർത്തി, അല്ലെ? സോ ദാറ്റ് ദ ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ അറ്റൈൻഡ് എഫിഷ്യന്റ്ലി. നിങ്ങൾ പറഞ്ഞ റിസൾട്ട്, അല്ലെ? അപ്പൊ ഹൈ റിസൾട്ട് ആയിരിക്കും അപ്പൊ കിട്ടുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുന്ന നേട്ടം? അങ്ങനെ വരുമ്പോൾ നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് അറ്റൈൻഡ്, അല്ലെ, എഫക്റ്റീവ്ലി എന്ന് വെച്ചാൽ ഫലപ്രദമായിട്ടുള്ള നേട്ടം നേടിയെടുക്കാനായിട്ട് ഓർഗനൈസേഷന് സാധിക്കും എന്നുള്ളത്. ഇനി മോട്ടിവേഷൻ ടെക്നിക്സ് ആർ ടു പർസ്യൂഡ് എംപ്ലോയി ഗ്രോത്ത്. നമുക്കറിയാം ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ എപ്പോഴും എന്താണ് എംപ്ലോയിയുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും, അല്ലെ? അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്സുകളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഈ പോയിന്റ്സ് ഈ 2 പാരഗ്രാഫ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നും മോട്ടിവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു, അല്ലെ? ഇനി നമുക്കുള്ളത് ടെക്നിക്സ് ആണ്, അല്ലെ? പ്രചോദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. അത് നമുക്കറിയാം ടെക്നിക്കലായിട്ട് എന്തെങ്കിലും മാനേജ്മെന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അവരെ മാക്സിമം ലോയൽറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. ഓക്കെ, എന്തെങ്കിലും ചോദിച്ചിട്ട് പോവാട്ടോ, അതാണ് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് തന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാണ്. മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ, അല്ലെ? വ്യത്യസ്ത തരത്തിലുള്ള ടെക്നിക്കുകളുണ്ട് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട്, അതായത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോ, തുടക്കത്തിലെ ഡിസ്കസ് ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞായിരുന്നു, അല്ലെ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻ, സാലറിയൊക്കെ, അല്ലെ, മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജോലിക്ക്. അത് കൂട്ടിക്കിട്ടുക എന്നുള്ളത് ഒരു പ്രേരക ഘടകം തന്നെയാണ്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ്. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഏതൊക്കെ പെടാം? സാലറി മാത്രം, വേജസ് സാലറി മാത്രമാണോ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ പെടുന്നത്? ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണം കൊണ്ട് അളക്കാൻ പറ്റുന്ന ബോണസ് കിട്ടുന്നു. ഓക്കെ, അതേമാതിരി തന്നെ എന്തെങ്കിലും പണത്തിനോട് കൂടി ചേർന്ന്, ഓക്കെ, ഇൻസെന്റീവ്സ്, PF, ഓക്കെ, ഇതെല്ലാം തന്നെ
എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻ. ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലേ പണമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഘടകങ്ങൾ, പ്രേരക ഘടകങ്ങൾ. Such motivations is linked directly or indirectly with the money, wages and salary, bonus, profit sharing, leave with pay, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എക്സെട്ര. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സാലറിയോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട് അല്ലെ. അതേസമയം മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെഡിക്കൽ ബില്ല് അല്ലെ, അത് നമ്മളെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ പണം തരികയല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അവിടെ നമുക്ക് മെഡിക്കൽ ക്ലെയിം അല്ലെ, ആ ഒരു സ്ഥാപനവുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ ക്ലെയിം ഉണ്ടെങ്കിൽ അവരത് വഹിക്കുകയാണ് ചെയ്യുന്നത്, ആ സ്ഥാപനം വഹിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് വിത്ത് മണി എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല അല്ലെ, അത് ആ ഒരു സാഹചര്യങ്ങളോட എല്ലാവർക്കും മീൻസ് അങ്ങനെ ഒരു അസുഖമുള്ളവർക്കാണ് ആ ഒരു പേയ്മെന്റ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. സച്ച് മോട്ടിവേഷൻ ഈസ് ലിങ്ക്ഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് മണി, വേജസ് ആൻഡ് സാലറീസ്. വേജസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, കൂലി അല്ലെങ്കിൽ വേതനം, ബോണസ്, അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ ഇടക്കാലം അല്ലെ, ഓണത്തിന്റെ ഒക്കെ സമയങ്ങളിലൊക്കെ ബോണസ് കൊടുക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെയാണ് ബിസിനസ് വർക്ക് അല്ലെ റൺ ചെയ്യണമെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഭാഗമൊക്കെ ചിലപ്പോഴെങ്കിലും അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ കൊടുത്തിരിക്കും. ലീവ് വിത്ത് പേ നമുക്കറിയാം, ചില സമയങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ അവധികളൊക്കെ എന്താണ് സാലറിയോട് കൂടിയുള്ള അവധികൾ കൊടുക്കുന്നു. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, മെഡിക്കൽ എന്തെങ്കിലും മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ, ഹോസ്പിറ്റലൈസേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ബില്ല് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കമ്പനി വഹിക്കുന്നു. അപ്പൊ ആ രീതിയിലുള്ള മോട്ടിവേഷൻ ആണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. നെക്സ്റ്റ് എന്താണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് റിവേഴ്സ് ആണെന്നറിയാം അല്ലെ, അത് ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ടല്ല, എന്നാലും അതൊരു പ്രേരക ഘടകമാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ദീസ് മോട്ടിവേറ്റേഴ്സ് ആർ നോട്ട് ലിങ്ക്ഡ് വിത്ത് മോണിറ്ററി റിവാർഡ്സ് എന്ന മറ്റൊരു പ്രേരക ഘടകങ്ങളാണ്. ഫസ്റ്റ് വൺ പറയുന്നത് അപ്രൈസ്, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഉയർത്തിക്കൊണ്ടുവരിക അല്ലെ, അവരെ പ്രസ്റ്റീജ്, അവരെ എന്താണ് നമ്മുടെ അന്തസ് ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ അല്ലെ, അവർക്ക് ഒരു എന്താണ് ജോലിയുടെ ഒരു ഇത് അല്ലെ, ഒരു MD അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റില് നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് എന്താണ് ആത്മാഭിമാനത്തോടു കൂടി ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് താല്പര്യമാണ് അല്ലെ. അപ്പൊ അതൊരു തരം ഘടകം തന്നെയാണ്. അവരെ ഇച്ചിരി കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അടുത്ത പോസ്റ്റിലേക്ക് എത്തും അല്ലെ. 2-3 വർഷം നന്നായിട്ട് ഈ ടാർജറ്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്താൽ അവർക്ക് നല്ലൊരു പൊസിഷൻ ലേബലിൽ അവരെ അറിയപ്പെടാൻ സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവരതിനു വേണ്ടി തയ്യാറാകുമെന്നുള്ളതാണ്. അതാണ് അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡിൽ വരുന്നതും. നമുക്കറിയാം ആ ഒരു പ്രശംസ കൊടുക്കുന്നതോടൊപ്പം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഒരു കയ്യടി കിട്ടുക എന്ന് പറയുന്നത്, എല്ലാവരുടെ മുമ്പിൽ എണീപ്പിച്ച് നിർത്തി ഒരു കയ്യടി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പി ആയ കാര്യമാണ്. അങ്ങനെ ആവാറുണ്ടോ? ഹാപ്പി തോന്നുകയെ ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അപ്രൈസൽ, പ്രൈസ് അല്ലെ, പുകഴ്ത്തി പറയുന്ന ഒരു രീതി. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റസ് ഈഗോയിലേക്ക് വരുമ്പോഴാണ് ഇച്ചിരി കൂടി ലേബൽ അല്ലെ, അവരുടെ ആ ഒരു സ്റ്റാറ്റസ്, അവരുടെ ജോലിയുടെ ഡിഗ്നിറ്റി, അന്തസ് വർദ്ധിപ്പിക്കുന്ന ഒരു ലേബലൊക്കെ വരുന്നത്. Management often satisfies these needs by establishing status symbols and distinction in its organization by supplying costly furniture, carpets on floor, picture on the wall, a personal assistant, etc. നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ടാർജറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെ, അവർ ഇച്ചിരി കൂടി പോസ്റ്റ് കൂട്ടി കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്താണ് അവരുടെ ചെയറുകൾക്കൊക്കെ അല്ലെ, ചിലപ്പോൾ ഒരു കറങ്ങണ ചെയറൊക്കെ മേടിച്ച് നല്ലൊരു പൊസിഷനിലേക്കൊക്കെ എത്തിക്കാന്ന് പറയുന്നത് അവർ കുറെ ടാർജറ്റുകൾ അതിനു മുമ്പ് ചെയ്ത് നേടിയതാണ് അല്ലെ. അപ്പൊ അതിലേക്ക് എത്താനായിട്ട് അവിടെയുള്ള തൊഴിലാളികൾ തയ്യാറാകുകയാണ്. എനിക്ക് ആ പൊസിഷനിൽ കയറണം, എനിക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടണം, ഞാൻ അത് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ട് ആ ഒരു ടാർജറ്റ് കംപ്ലീറ്റ് ആക്കി ഞാൻ ആ പൊസിഷനിലേക്ക് എത്തും. അതൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് അല്ലെ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ വരുമ്പോഴെന്താണ് കോസ്റ്റ്ലി ഫർണിച്ചർ ഒക്കെ അവർക്ക് അലോട്ട് ചെയ്യും. കാർപ്പറ്റ്സ് ഒക്കെ ഓൺ ദ ഫ്ലോർ, അതായത് മുന്തിയ തരത്തിലുള്ള അല്ലെ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള കാർപ്പറ്റ്സ് ഒക്കെ നമുക്കറിയാം. ഇപ്പോ എന്താണ് അതിന്റെ കളേഴ്സിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും. ഇച്ചിരി കൂടി നല്ല പൊസിഷനിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വേരിയേഷൻ കൊടുക്കുന്നത്. അപ്പൊ ആ പൊസിഷനിൽ എത്തിപ്പെടാനായിട്ട് ഓരോരുത്തർ തയ്യാറാകും എന്നുള്ളതാണ്.
അതേപോലെ തന്നെ പിക്ചേഴ്സ് ഓൺ ദ വാൾ. നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ പേരൊക്കെ എഴുതി അല്ലെ, ഹോസ്പിറ്റലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലൊക്കെ സ്ഥാപനത്തിലാണെങ്കിലും അതിന്റെ ഫ്രണ്ടിലൊക്കെ ആ പേരൊക്കെ എഴുതി പതിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതെന്താണ്, നല്ലൊരു പൊസിഷനിലുള്ളവർക്കാണ് അത് നേടാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ അത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളും നല്ല ടാർഗറ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു പ്രേരക ഘടകം കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, ഈ പേഴ്സണൽ അസിസ്റ്റന്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെയൊക്കെ അവര് അലോട്ട് ചെയ്യും. കമ്പനി തന്നെയാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അലോട്ട് ചെയ്യുമ്പോൾ എന്താണ്, അവര് മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അതാണ് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞ പ്രൈസ് അല്ലെ, പുകഴ്ത്തുന്ന ഒരു ഘടകം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, എല്ലാവരുടെയും മുമ്പിൽ കൈയടിച്ച് പ്രോത്സാഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രേരക ഘടകം. മറ്റൊന്ന് എന്താണ്, സ്റ്റാറ്റസ്, അവരുടെ ആ ഒരു അന്തസ്, ഡിഗ്നിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പൊസിഷനിൽ ഇച്ചിരി കൂടി പ്രാധാന്യം കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രേരക ഘടകം. നെക്സ്റ്റ് എന്താണ്, കോമ്പറ്റീഷൻ. പലതരത്തിലുള്ള നോൺ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ്. അപ്പൊ ആദ്യം ഇതിൽ തന്നെ നിങ്ങൾ ക്യാച്ച് ചെയ്യുക. കോമ്പറ്റീഷൻ നോക്കാം. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മത്സര ബുദ്ധി അല്ലെ. നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സ് നമ്മൾ അവിടെയുള്ള വർക്കേഴ്സ് തമ്മിൽ പരസ്പരം കോമിറ്റബിൾ ആവണം എന്ന് പറഞ്ഞാൽ മത്സരിക്കണമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടല്ലേ, അവര് കുറച്ചും കൂടി കോമ്പറ്റബിൾ ആയിട്ട് തന്നെ വർക്ക് ചെയ്യണമെന്ന് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് അവരെക്കാൾ എനിക്ക് മുന്നേറണം എന്നുള്ള രീതിയിൽ മുന്നേറുമ്പോഴെന്താണ്, അവരെ സംബന്ധിച്ച് ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നല്ലൊരു റിസൾട്ട് ഓരോ തൊഴിലാളിയും അവിടെ കാഴ്ചവെക്കും അല്ലെ. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു compete with one another if they feel they have a chance to win and satisfy their ego. അവരുടെ ആ ഒരു അല്ലെ, ആ ഒരു ഈഗോ വെച്ച് നോക്കുമ്പോഴല്ലേ, അഹംഭാവത്തോട് കൂടിയിട്ട് എനിക്ക് ഇത് ഇത്രയും ചെയ്യാൻ പറ്റി, അപ്പൊ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം എന്താണ്, നമ്മളും അവരോടൊപ്പം എത്താനായിട്ട് ശ്രമിക്കും. ആ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഒരു പ്രേരക ഘടകമാക്കി മാനേജ്മെന്റിനെ കൊണ്ടുവരാം. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. എന്താണ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അധികാരം പങ്കിടൽ അല്ലെ. അധികാരം പങ്കിടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടാനായിട്ട് ഇവർക്ക് അധികാരമൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അവർക്കൊരു ആ സ്ഥാപനത്തിനോട് ഒരു ഇച്ചിരി കൂടി ആത്മാർത്ഥത ഉണ്ട് അല്ലെ. എന്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ട് മുൻനിരയിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഇച്ചിരി കൂടി അല്ലെ ആത്മവിശ്വാസത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണർത്തുന്നതാണ്. അത് തന്നെയാണ് പറയുന്നത്, ദ ഡെലഗേഷൻ ഓഫ് എ സബ്സ്റ്റൈനൽ എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു ക്യാരി ഔട്ട് എ given task often prove to be strong motivating force. അതായത് നല്ലൊരു പ്രേരക ശക്തി തന്നെയാണ് അല്ലെ, ശക്തമായ ഒരു പ്രേരക ശക്തിയാന്ന് പറയുന്നു എന്ത്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതായത് മറ്റുള്ളവരെ കൊണ്ട് അല്ലെ, റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരെ കൊണ്ടൊക്കെ ഓരോ ടാസ്കുകളൊക്കെ ചെയ്യിപ്പിക്കാനുള്ളത് ഒരു ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലേക്ക് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, ഓരോ തൊഴിലാളിക്കും അനുവദിച്ചൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അത് നല്ല എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് അല്ലെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ഒരു സ്ട്രോങ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ദെൻ പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളും കൂടി ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ പറയണേക്കാൾ കൂടുതൽ ഇൻവോൾവ് ആവുക, അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ പങ്കെടുക്കുക അല്ലെ, നമ്മളും കൂടി ഇൻവോൾവ് ആവുക. അപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ പ്രധാനമായിട്ട് നമ്മളൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളെയും കൂടി ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തീരുമാനം ഒന്ന് നടപ്പാക്കണമെന്ന് നമ്മുടെയും കൂടി ഒരു ഉത്തരവാദിത്തം അല്ലെ. ഒരു എന്താണ് മുകളിലുള്ള മേലധികാരികൾ മാത്രം ഒരു തീരുമാനങ്ങൾ എടുക്കാതെ അത് അടിച്ചേൽപ്പിക്കാൻ നോക്കാതെ നമ്മളെയും കൂടി തൊഴിലാളികളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രേരക ഘടകമാണ്. ഇറ്റ് ഇംപ്ലൈസ് ബോത്ത് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് of the people in an activity, particularly in that of a decision making. അല്ലെ, പല ആക്ടിവിറ്റികളിലേക്കും മറ്റ് അല്ലെ അവരുടെ ഭൗതികമായ രീതിയിൽ അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ
തീരുമാനങ്ങൾ എടുക്കണതിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഘടകം തന്നെയാണ്. അവർക്കും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് വെച്ചാൽ കൂടുതൽ ഇനീഷ്യേറ്റീവ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അവര് തയ്യാറെടുക്കുമെന്നുള്ളത്. ദെൻ എന്താണ് ജോബ് എൻലാർജ്മെന്റ്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പാർട്ടിസിപ്പേഷൻ ഒക്കെ പോലെ തന്നെ എന്താണ് എല്ലാം അധികാരങ്ങളാണ് തന്നെയാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ജോബ് വിത്ത് എ വ്യൂ ടു അപ്പിയറിംഗ് ടു ദ ഹയർ ഓർഡർ നീഡ് ഓഫ് വർക്കേഴ്സ്. നമ്മള് അല്ലെ മേലധികാരികൾ ഓരോ ഹയർ ആയിട്ടുള്ള ഓർഡറുകളൊക്കെ ഇറക്കിക്കൊണ്ട് വരികയാണ് അല്ലെ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലികളൊക്കെ ആവുമ്പോൾ ഇങ്ങനെ വലിയ ഓർഡറുകൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ job enlargement is a horizontal expansion of duties and tasks across the same organizational level. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ ടാസ്കുകളൊക്കെ എന്താണ് എല്ലാവരിലേക്കും അതിന്റെ ഉത്തരവാദിത്തങ്ങളും ജോലികളൊക്കെ വിഭജിച്ച് നൽകുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് എല്ലാവർക്കും തുല്യമായി തന്നെ അത് അല്ലെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം അല്ലെ ഒരു പ്രധാനമായിട്ടുള്ള കടമയുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കും എന്നുള്ളതാണ് അല്ലെ ജോബ് എൻലാർജ്മെന്റ്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ വിപുലീകരിക്കുക അല്ലെ, അത് മറ്റുള്ള തലങ്ങളിലേക്കും വിപുലീകരിച്ചു കൊടുക്കുകയാണ്. വലിയ ടാസ്കുകൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ആകുമ്പോൾ അത് എല്ലാവരിലേക്കും ആ ഡ്യൂട്ടികളൊക്കെ വിഭജിച്ചു നൽകുമ്പോൾ അത് എല്ലാവർക്കും തന്നെ കൈകാര്യം ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്വ ബോധം വരികയാണ് ചെയ്യുന്നത്. ദെൻ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പീരീഡ് റൊട്ടേറ്റ് ചെയ്യുക, ജോബ് റൊട്ടേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റൊട്ടേഷൻ വരുമ്പോ ഇപ്പൊ ഞാൻ അല്ലെ ഒരു ടീച്ചർ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് 2 അവറും ഒരു ടീച്ചർ വരുന്നതാണോ വ്യത്യസ്ത ടീച്ചേഴ്സ് വരുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ചേഞ്ചിങ് ഡ്യൂട്ടി. ഓക്കെ, വ്യത്യസ്ത ടീച്ചർ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുക. ഓക്കെ, അത് പ്രധാനമായിട്ട് എന്താണ് നിങ്ങൾക്ക് അല്ലെ നമുക്ക് എല്ലാവർക്കും ബോറടിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി from one job to another so as to reduce the monotony and boredom. അതായത് ഏകാധിപത്യം അല്ലെങ്കിൽ ബോറടിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു രീതിയിലേക്ക് അല്ലെ റൊട്ടേഷൻ ജോബ് റൊട്ടേഷൻ ചെയ്ത് വരികയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഓരോരുത്തർക്കും അവരവരുടെ സമയത്തിന് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. To increase the skill and knowledge of employee about the related jobs is the main objectives of a job rotation. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കൂടുതലായിട്ട് അല്ലെ കഴിവുകളും അറിവുകളും വർദ്ധിപ്പിക്കുക എന്നുള്ളത്. റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അവർക്ക് ബോറടിക്കാതെ ഉള്ള സമയം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ എന്താണ് ജോബ് എൻറിച്ച്മെന്റ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പോയിന്റ്സ് ആണ്? ഇതിന്റെ പോയിന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയ്യ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇൻവോൾവ് ആക്കാനാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നത്. മോട്ടിവേഷന്റെ എന്ത് മോട്ടിവേഷൻ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണോ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണോ? നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിലെ കുറച്ച് ഘടകങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്? ഏതൊക്കെ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു? ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് ഓർമ്മയുണ്ടോ? അപ്രൈസൽ പ്രൈസ് പറഞ്ഞു, കോമ്പറ്റീഷൻ പറഞ്ഞു. ഓക്കെ, പിന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് പറഞ്ഞു. ഓക്കെ, പിന്നെ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് ഓർമ്മയിൽ വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഡെലിഗേഷൻ അതോറിറ്റി അല്ലെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ജോബ് റൊട്ടേഷൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് അല്ലെ. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, പാർട്ടിസിപ്പേഷൻ നമ്മൾ കണ്ടു അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോൾ നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുമെന്നുള്ളത്. ഓക്കെ, ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ജോബ് എൻറിച്ച്മെന്റ്. എന്താണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്? ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അല്ലെ അവിടെ വർക്ക് നന്നായിട്ട് തന്നെ ചെയ്യുക. അവിടെയും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് എ ജോബ് സോ ദാറ്റ് വർക്കർ ഈസ് ലൈക്ലി ടു ബി മോർ ഇൻസ്പയർഡ്. അതായത് കൂടുതൽ അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അവരുടെ ജോബിനെ അല്ലെ അത് ചേഞ്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടോ വർക്ക് കൂടുതൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് ദ റോൾസ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി.
നമുക്കറിയാം ഏതോ ഒരു സ്ഥാപനത്തിലും ജോലിക്ക് നിയമിക്കുമ്പോൾ അവിടെ ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട്, അധികാര പരിധിയിലുള്ളവരുണ്ട്, അവർക്ക് ഓരോരുത്തരുടെയും ഡ്യൂട്ടി അനുസരിച്ചിട്ടുള്ള ഓരോ പങ്കുകളുണ്ട് അല്ലെ, ഓരോരുത്തരുടെയും കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇതെല്ലാം എന്താണ് വ്യത്യസ്ത രീതിയിൽ തന്നെ ഓരോരുത്തർക്കും വിഭജിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. The employee is provided with the opportunity for a greater recognition, advancement, growth and responsibility. അതായത് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് എല്ലാവർക്കും തന്നെ വിഭജിച്ച് ഇങ്ങനെ അതോറിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാള് മൊണോപ്പൊളി ആയിട്ട് നിന്നിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെ, താഴെയുള്ള ജീവനക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് എല്ലാം തന്നെ എല്ലാവർക്കായിട്ട് വിഭജിച്ച് നൽകുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് അവർക്ക് ആ സ്ഥാപനത്തിനോട് കൂടുതലായിട്ടുള്ള ഒരു നല്ല ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവർ അതിനനുസരിച്ചിട്ട് തന്നെ ഒരു അംഗീകാരത്തോട് തന്നെ നമ്മളെ അംഗീകരിച്ചിട്ടാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ അധികാരം ഞാൻ ഏറ്റെടുക്കേണ്ടതാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് കൂടുതൽ അംഗീകാരം കിട്ടാണ് അല്ലെ. അപ്പൊ അവരതിനനുസരിച്ചിട്ട് എന്താണ് അവരുടെ ആ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. The goal of a job enrichment is not just to make the work more varied, how to turn every employee into manager. അതായത് ഓരോരുത്തരെയും മാനേജ്മെന്റ് തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ, അതായത് എല്ലാവരുടെയും ലക്ഷ്യമാണ് നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക. എല്ലാവർക്കും മാനേജ്മെന്റിന്റെ തലം വരെ നിന്നുകൊണ്ട് പ്രവർത്തി ചെയ്യാനുള്ള അധികാരങ്ങളും റെസ്പോൺസിബിലിറ്റിയൊക്കെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ വരുമ്പോഴെന്താണ് എല്ലാവർക്കും ആ സ്ഥാപനത്തിനോട് ഒരു അഭിനിവേശമുണ്ട് അല്ലെ, ഒരു നല്ല രീതിയിലുള്ള അംഗീകാരം കിട്ടുന്നത് കൊണ്ട് തന്നെ അതിനോടൊരു ആത്മാർത്ഥത ഉണ്ടാവും. അപ്പൊ മാക്സിമം അവര് വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് ജോബ് എൻറിച്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുമാതിരി തന്നെ റെയിൻഫോഴ്സ്മെന്റ്. എന്താണ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്? പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ടു എൻകറേജ് എംപ്ലോയീസ്. അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഇതിലും ചെയ്യുന്നത് അല്ലെ, പ്രചോദനം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒന്നും കൂടി അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് എ ജോബ്. ജോബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെ അല്ലെ പ്രധാനമായിട്ടും ഒരു തലത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അല്ലെ. പ്രധാനമായിട്ട് എന്താ സാധാരണ പറയുന്നത്, ഇതൊരു ജോലി മാറ്റുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ഉള്ള ഒരു രൂപമാണ് അല്ലെ. നമ്മള് ഒരു ജോലി നമ്മൾ പറയുന്നത് അത് മാറ്റി നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു അധികാരം നമുക്ക് ഏൽപ്പിക്കാം. അത് നമുക്ക് എന്താ പറയാ ഒരേപോലെ തന്നെ ഒരു ഡ്യൂട്ടി ചെയ്യണമെന്നില്ല. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അതിന്റെ ഒരു അവബോധമുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ ആ ഡ്യൂട്ടി എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പൊ എന്താണ് നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം, ഒരു ജോലി ചെയ്ത് നോക്കാം, പറ്റിയില്ലെങ്കിൽ അല്ലെ ബാക്കി മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യാം, അടുത്ത ഡ്യൂട്ടി വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്താണ് എല്ലാവർക്കും തുല്യ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്താണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട്. It is a form of a changing or improving a job so that a worker is likely to be more inspired. അതിൽ കൂടുതൽ പ്രേരണ ശക്തിയാണ് അവിടെ വരുന്നത്. This vertical expansion of the roles, responsibility, authority അല്ലെ. അവിടെ പ്രധാനമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ അധികാരങ്ങളും അല്ലെങ്കിൽ അവരുടെ പങ്ക് അല്ലെ അത് എല്ലാവർക്കും കൂടി കൊടുത്തേക്കാണ് അല്ലെ. അധികാരങ്ങളെല്ലാം വികസിത രൂപത്തിൽ എല്ലാവർക്കും കൂടി എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അങ്ങനെ എന്ത് വരുമ്പോൾ എന്താണ് ജീവനക്കാരന് കൂടുതൽ അംഗീകാരവും മുന്നേറ്റം ചെയ്യാനായിട്ട് അല്ലെ, കൂടുതൽ നല്ല നേട്ടം നേടിയെടുക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുകയാണ്. ആ ഒരു ഓർഗനൈസേഷന്റെ വളർച്ച എന്നത് നമ്മുടെയും കൂടി ഡ്യൂട്ടിയാണെന്നുള്ളൊരു ചിന്ത അവരെ വളരുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ലക്ഷ്യം വരുമ്പോഴെന്താണ് ജോലിയിൽ കൂടുതൽ വൈവിധ്യമാർന്ന രീതിയിൽ അവരെ എങ്ങനെയെങ്കിലും അല്ലെ നമ്മുടെ കഴിവിനേക്കാൾ വേറെ ഏതെങ്കിലുമൊക്കെ കഴിവ് കൂടി അഡീഷണൽ ആയിട്ട് ചേർക്കാൻ പറ്റുമെന്നൊക്കെ ഉറപ്പിച്ചിട്ട് അവരത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഓരോ ജീവനക്കാരനെയും ഒരു മാനേജറാക്കി മാറ്റുക എന്നതും കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ്. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് ചെയ്യണമെന്നുള്ള ഒരു ആത്മാർത്ഥ ബോധം വരും അല്ലെ. അപ്പൊ എല്ലാവരും ഏതാണ് ലാസ്റ്റ് പോയിന്റിൽ ശ്രദ്ധിക്കുക, എന്താണ് വർക്ക് മോർ വേരിഡ് ബട്ട് ടു ടേൺ എവരി എംപ്ലോയി ഇൻടു എ മാനേജർ. എല്ലാ എംപ്ലോയിനെയും എന്താണ് ഒരു മാനേജറാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ വരുമ്പോ എന്താണ് അവിടെ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ മാക്സിമം അവരെല്ലാവരും തന്നെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും, റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളത്. കിട്ടിയോ ജോബ് എൻറിച്ച്മെന്റ് എന്താന്നുള്ളത്? എന്താണ് റെയിൻഫോഴ്സ്മെന്റ്? റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എ പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ്
reinforcement. It is based on two principles. അതായത് ഇതും ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ തന്നെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളത്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ബലപ്പെടുത്തുക അല്ലെ, നല്ല രീതിയിൽ തന്നെ അത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. That behavior which seems to lead to a positive consequence or a reward tends to be repeated. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഒരു പോളിസിയോ നയങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അതുപോലെ ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പെരുമാറ്റ രീതിയുമായി ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് എങ്കിൽ എന്താണ് അത് ആ ഒരു റെഗുലേഷൻ അല്ലെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളത്. That behavior which seems to lead to a positive consequence അല്ലെ, പോസിറ്റീവ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് നല്ല റിസൾട്ട് ആണ് എങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആ ഒരു നിയമം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളത്. Then എന്താണ് behavior that seems to lead to a negative consequence tends not to be repeated അല്ലെ, അത് പിന്നെ നെഗറ്റീവ് ആണ് അതിന്റെ റിസൾട്ട് എങ്കിൽ എന്താണ് നമ്മൾ എന്തെങ്കിലും ബിഹേവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് നമ്മൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യും. ശരിയല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവരുടെ പെരുമാറ്റ രീതിയൊക്കെ ശരിയോടെയല്ലേ അവർക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ പോസിറ്റീവ് അപ്രോച്ചാണ് കിട്ടണമെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ഫീൽ ചെയ്യണമെങ്കിൽ എന്താണ് അത് വേണ്ടാന്ന് വെക്കും. ശരിയല്ലേ? അത് ഏത് നിയമമാണ്? ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്നത് therefore it is possible to influence people's behavior only by providing the properly scheduled rewards. എപ്പോഴും അതുകൊണ്ട് തന്നെ എന്ത് നിയമങ്ങളും കാര്യങ്ങളും ബിഹേവിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് അല്ലെ അത് അവലോകനം ചെയ്തിട്ട് മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ എന്നുള്ളത്. Therefore it is possible to influence people's behavior അല്ലെ, പീപ്പിളിന്റെ ആ ഒരു പെരുമാറ്റ രീതിയെ പ്രചോദിപ്പിക്കാനായിട്ട് only by providing the properly scheduled rewards. എപ്പോഴും പ്രോപ്പർ ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് അത് ശരിയാണോ എന്നുള്ളത് അല്ലെ വെരിഫൈ ചെയ്തതിന് മാത്രം നടപ്പാക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. Then എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്? നമുക്ക് നോക്കാം. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ it means different to different person. It may mean opportunities for advancement, creative task and a successful career to a young entrant. Flexible working hours under this system, the employees are free to choose with the certain limitation at what time they begin and quit their job each day. അതായത് ഇതിന്റെ ഇതെന്ന് പറയുന്നതല്ലേ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ, അവർക്ക് എല്ലാത്തിനും സമയം ഏത് കാര്യങ്ങളും തിരഞ്ഞെടുക്കാനുള്ള ഒരു ചൂസ് ഒക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട് അല്ലെ, അവർക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവൈലബിലിറ്റിയും കൂടി ഓപ്പർച്യൂണിറ്റിയും കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺസ്, വ്യത്യസ്തരായിട്ടുള്ള പേഴ്സൺസ് ആണ്. ഇറ്റ് മേ മീൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെന്റ്, ക്രിയേറ്റീവ് ടാസ്ക് ആൻഡ് സക്സസ്ഫുൾ കാരിയർ ടു എ യങ് എൻട്രന്റ്. അതായത് പുതിയതായിട്ട് വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവര് എന്താ പറയുക അത് അവര് ക്രിയാത്മകമായിട്ടൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അല്ലെ. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. അവർക്ക് എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു അവകാശം കൊടുക്കുക. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സും ഇതിന്റെ സിസ്റ്റം ദ എംപ്ലോയീസ് ആർ ഫ്രീ ടു ചൂസ്. അവർക്ക് അത് ഏത് രീതിയിലും വേണമെങ്കിലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഏത് സമയമാണോ ആ സമയത്ത് അവരുദ്ദേശിക്കുന്ന അല്ലെ അവർക്ക് കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. വിതിൻ സർട്ടൻ ലിമിറ്റേഷൻസ് at which what time they begin and quit their job each day. ഇത് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, എന്തെങ്കിലും വൃത്തികളൊക്കെ ഉണ്ടാവും, നമ്മളിപ്പോ വീട്ടിലിരുന്ന് ചെയ്യുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വർക്കിംഗ് അവേഴ്സിൽ അവർക്ക് അത് ചൂസ് ചെയ്തിട്ട് അവരുടെ വർക്കുകളൊക്കെ ചെയ്യാം. അങ്ങനെ അവസരം കൊടുക്കുമ്പോൾ ഇത് എപ്പോ തുടങ്ങുമെന്നോ എപ്പോ അവസാനിക്കണമെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള വർക്കിംഗ് അവേഴ്സുകളും പ്രൊവൈഡ് ചെയ്യാം. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് വെച്ചാൽ ഗുണമേന്മയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അല്ലെ, അതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
അവരിവിടെ തന്നെ ഇല്ലേ? നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും മോട്ടിവേറ്റേഴ്സിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കിട്ടാത്തതുണ്ടോ? എന്താണ് ഇതിന്റെ ഓരോ പോയിന്റ്സിന്റെയും ലക്ഷ്യം എന്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? ഓരോ പോയിന്റ്സും കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്, എവിടെയാണ്? ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഈ ഭാഗത്ത്? നമുക്കൊരു ലാസ്റ്റ് ഒരു പോയിന്റ് അതുകൂടി എടുക്കാനുണ്ട്, ഇതുകൂടി ഒന്ന് എടുത്ത് തീർക്കാനുണ്ട്. ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാൻ നോക്കാം ഇന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് നോക്കാം. എന്താണ് എംപ്ലോയി മൊറൈൽ അല്ലെ? എന്താണ് എംപ്ലോയീസ് മൊറൈൽ എന്ന് പറയുമ്പോ? മൊറൈൽ എന്ന് പറയുമ്പോ എന്താണ്? ജീവനക്കാരന്റെ കോൺഫിഡൻസ്, ഓക്കെ, ആത്മവിശ്വാസം അല്ലെ, മനോവീര്യം അല്ലെ, അത് ചെയ്യാനുള്ള മനോവീര്യം. നമ്മൾ നേരത്തെ കണ്ട പ്രേരകമായിട്ടുള്ള കുറെ ഘടകങ്ങളൊക്കെ പറഞ്ഞു. ഇനി അവർക്ക് അത് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം കൂടി വേണം അല്ലെ. മൊറൽ മീൻസ് എ ഫീലിംഗ് ഓഫ് enthusiasm, zeal, confidence in individuals or a group that they will be able to handle the task allotted to them അല്ലെ. ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന അല്ലെ, ജോലികൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെ, ആ ഒരു രീതിയാണ്, ആ ഒരു ആത്മവിശ്വാസത്തിനെയാണ് എന്നത് പറയുന്നത് മൊറൈൽ എന്ന് പറയുന്നത്. മൊറൈൽ എന്ന് പറയുന്നത് എന്താണ്? ഫീലിംഗ് ഓഫ് എന്തോസിയാസം അല്ലെ. ഫീലിംഗ് ഓഫ് എന്തോസിയാസം എന്ന് വെച്ചാൽ ഉത്സാഹം, അല്ലെങ്കിൽ എന്താണ് സീൽ. സീൽ എന്ന് വെച്ചാൽ തീഷ്ണത. തീഷ്ണത, കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം അല്ലെ. എല്ലാ ഇൻഡിവിജ്വൽസിനും ഉണ്ടാകും ഒരു ഉത്സാഹം, ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്യണമെന്നുള്ളൊരു തീഷ്ണത ഉണ്ടാവും. ഈ കാര്യങ്ങൾ അല്ലെ, ഇത് എന്താണ് ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യുമ്പോഴെന്താണ് ഗ്രൂപ്പിന് തന്നെ നല്ലൊരു കോൺഫിഡൻസും നല്ലൊരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും അല്ലെ, ഫീല് അല്ലെ, നല്ലൊരു തീഷ്ണതയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അവിടെയുള്ള ഓരോ വർക്കേഴ്സിനും കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുക. അതേസമയം ഒരു ഗ്രൂപ്പായിട്ടുള്ള പേഴ്സൺസിന് നല്ലൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ നല്ലൊരു തീഷ്ണമായ മനോഭാവവും അല്ലെങ്കിൽ നല്ലൊരു ഉത്സാഹമൊക്കെ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അവർക്ക് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് അല്ലെ, ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എളുപ്പമാണ് അല്ലെ. അവർ കോൺഫിഡന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. that they will be able to handle the task allotted to them. അപ്പൊ അത് അവർക്ക് തന്നെ അല്ലെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുന്നത്? മോറൽ ഈസ് എ മെന്റൽ condition or attitude of individuals and group that determines their readiness to cooperate. അതായത് ഇങ്ങനെ വരുമ്പോഴല്ലേ ഓരോരുത്തർക്കും ഓരോ ആത്മവിശ്വാസം ഉണ്ടായെങ്കിൽ എന്താ പ്രത്യേകത? അവർക്ക് ഇപ്പൊ ഒന്ന് രണ്ട് പേഴ്സൺസിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഏബിൾ ടു ഹാൻഡിൽ എനിത്തിങ്, ഓക്കെ, എന്തും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചല്ലേ ഒരു ബുദ്ധിമുട്ട്, ഒരു കോൺഫിഡൻസ് കുറഞ്ഞ ഒരു പേഴ്സൺ എന്താണ് മറ്റുള്ളവരും കൂടി എല്ലാവരും കൂടി പുഷ് ചെയ്യും അല്ലെ, ഒരു കോൺഫിഡൻസ് കൊടുക്കും. അപ്പൊ അവരെന്താണ് ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നോ രണ്ടോ പേഴ്സൺസിന് കോൺഫിഡൻസും ഓരോ തീഷ്ണതയും അല്ലെ ഉത്സാഹമൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പേഴ്സണും അതിൽ ഏതെങ്കിലും ഒരു പേഴ്സൺസ് ഒക്കെ കേസിൽ കുറവുണ്ടെങ്കിൽ അവരെ കൂടി അല്ലെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന്, അതാണ് റെഡിനെസ് ടു കോപ്പറേറ്റ് എന്ന് പറയുന്നത്, സന്നദ്ധത അല്ലെ, കോപ്പറേറ്റ് ചെയ്ത് അല്ലെ എല്ലാവരും കൂടി സഹകരിച്ച് സന്നദ്ധതയോടും കൂടിയിട്ട് അവർക്ക് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ മോറൽ ഈസ് എ മെന്റൽ കണ്ടീഷൻ അല്ലെ. മോറൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ദാറ്റ് ഡിറ്റർമിൻസ് ദെയർ റിഡൻസസ് ഓഫ് ടു കോപ്പറേറ്റ്. അപ്പൊ കോപ്പറേറ്റോട് കൂടിയിട്ട് സഹകരിച്ച് തന്നെ അവർക്ക് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഗുഡ് മോറൽ ഈസ് എവിഡൻസ്ഡ് ബൈ എംപ്ലോയി enthusiasm, voluntary conformance with the regulations and to orders, and a readiness to cooperate with the others to accomplish of an organizational objectives. അതായത് ഇതേമാതിരി തന്നെ അല്ലെ നല്ല ഒരു നടപടിക്രമങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരു സ്ഥാപനമാണെങ്കിലും അവരുടെ റെഗുലേഷൻസിൽ അല്ലെ അവരുടെ നിയമ നടപടികളിലെല്ലാം ഇതിലുമായി ബന്ധപ്പെട്ടുള്ള ഓർഡറുകളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വമേധയായിട്ട് തന്നെ ഈ ഒരു അല്ലെ ഉത്സാഹത്തോട് കൂടിയിട്ട് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ ഗുഡ് മൊറൽ ഈസ് എവിഡൻസ്ഡ് ബൈ എംപ്ലോയി enthusiasm, voluntary conformance with the regulations and orders, and readiness to cooperate with the others to accomplish of an organization objective.
നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നല്ലൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് ചെയ്യാനായിട്ട് ഒരു ആത്മവിശ്വാസം ഉളവാക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് സഹകരിച്ചിട്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താണ് മൊറൈൽ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒരു ആത്മവിശ്വാസം എന്തും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുക അല്ലെ, അതാണ് എംപ്ലോയീസ് മൊറൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോയിന്റ്സും അവർക്ക് ഇത് ചെയ്യുക അല്ലെ, വോളണ്ടറി കൺഫോർമൻസ് വിത്ത് റെഗുലേഷൻസ് ആൻഡ് ഓർഡേഴ്സ്. എന്താണ് നമ്മൾ മൊറൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? മൊറൈൽ എന്ന് പറയുന്നത് ഇസ് എവിഡൻസ്ഡ് ബൈ എംപ്ലോയീസ് എന്തോസിയാസം, വോളണ്ടറി കൺഫോർമൻസ് വിത്ത് റെഗുലേഷൻസ് ആൻഡ് ഓർഡേഴ്സ്. ഇനി ഒരു ലാസ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എംപ്ലോയി ഗ്രീവ്നെസ് ആണ്. എംപ്ലോയി ഗ്രീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇത്രയും നാളും കണ്ടത് മുഴുവനും അവരുടെ പുഷ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ മാത്രമാണ്. ഇനി എംപ്ലോയിക്ക് ഉണ്ടാവുന്ന കുറച്ച് പരാതികളെ കുറിച്ചും കൂടിയുള്ള ഒരു കാര്യമാണ് പരാതികൾ. ഓക്കെ, എംപ്ലോയിക്കുള്ള അവിടെയുള്ള വർക്കേഴ്സുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട് അല്ലെ? പരാതികൾ ഉണ്ടാവോ? നമ്മളിപ്പോ അവർക്ക് പ്രേരക ഘടകങ്ങൾ പറഞ്ഞു, കുറെ കാര്യങ്ങൾ അവരുടെ ഒരുപാട് ഘടകങ്ങൾ പഠിച്ചു അല്ലെ? അവരെ കണ്ടെത്താനായിട്ടും റിക്രൂട്ട്മെന്റ്, സ്റ്റാഫിങ്ങും, ഇന്റർവ്യൂവും, ടെസ്റ്റിങ്ങും അല്ലെ, എല്ലാ കാര്യങ്ങളും കണ്ടു. ഡെവലപ്മെന്റ്, അവരുടെ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സും, പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കുറെ ഘടകങ്ങളും പല തരത്തിലുള്ള ടെക്നിക്സുകളൊക്കെ നമ്മൾ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഒരു ചെറിയൊരു പാരഗ്രാഫും കൂടി ഉണ്ട്. എംപ്ലോയീസ് ഗ്രീവ്നെസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോ സ്ഥാപനത്തിലെയും എംപ്ലോയീസിന് എന്തുണ്ടാവാം? പരാതികൾ ഉണ്ടാവും. ഈ പരാതികൾ എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള പരാതികൾ ഉണ്ടാവാം? ഓക്കെ, അത് പ്രോസസ് ഓഫ് ഗ്രീവ്നെസ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് ഗ്രീവ്നെസ് എന്നുള്ളത് നോക്കാം. എ കംപ്ലൈന്റ് ദാറ്റ് എഫക്ട് വൺ ഓർ മോർ വർക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ഗ്രീവ്നെസ്. പരാതികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വ്യക്തിക്കോ അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനോ ഒന്നോ രണ്ടോ പേർക്കോ ഒന്നിച്ച് ഒരേപോലെ തന്നെ ഒരേ പേരിൽ തന്നെ പരാതികൾ ഉണ്ടാവും അല്ലെ. ചില വ്യക്തികളെ മാത്രം എന്തെങ്കിലും ഒരു അപാകതകൾ അല്ലെ ആ ഒരു കമ്പനി കൺസിഡർ ചെയ്യുന്നില്ല എന്നല്ലേ, ചില ലെവലിലുള്ള പേഴ്സൺസിനോട് എന്തെങ്കിലും അവഗണനയുണ്ടെങ്കിൽ അത് ആ ഒരു കൂട്ടം വ്യക്തികൾക്ക് മാത്രമുള്ള പരാതിയാണ് അല്ലെ. അപ്പൊ ഈ കംപ്ലൈന്റ് ദാറ്റ് എഫക്ട് വൺ ഓർ മോർ വർക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഗ്രീവ്നെസ്. പരാതികൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കൂട്ടർക്ക് മാത്രം എഫക്ട് ചെയ്യുന്ന പരാതികൾ ഉണ്ടാവാം. ഇനി എന്താണ്? എ കംപ്ലൈന്റ് ബിക്കംസ് എ ഗ്രീവ്നെസ് when this discontent which is mostly associated with the work is brought to the notice of the management. അതായത് വർക്കുമായി ബന്ധപ്പെട്ട രീതിയിലും പരാതികൾ ഉണ്ടാവും അല്ലെ. അത് ഇപ്പോ കൂടുതലായിട്ടുള്ള വർക്കുകളൊക്കെ ഏൽപ്പിക്കുമ്പോഴൊക്കെ അതിന്റെയൊക്കെ ഒരു ആവലാതി, ഡിസ്കണ്ടന്റ് എന്ന് പറയുമ്പോൾ ആവലാതി, അത് കൈകാര്യം ചെയ്യാൻ എങ്ങനെ പറ്റുക, അതിന് ഇത്തിരി കൂടി ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. then എന്താണ്? എ ഗ്രീവ്നെസ് ഈസ് എ റിട്ടൺ കംപ്ലൈന്റ് ഫിൽഡ് ബൈ ആൻ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ് അല്ലെ. അത് അന്യായമായ എന്തെങ്കിലും പെരുമാറ്റത്തിന്റെ ബേസിലും എന്താണ് പലതരത്തിലുള്ള പരാതികൾ, ചില എംപ്ലോയികൾക്കൊക്കെ എന്തെങ്കിലും പരാതികൾ, അത് റിട്ടൺ കംപ്ലൈന്റ് ആയിട്ടാണ് അവർ എഴുതി കൊടുക്കുന്നത്. ഗ്രീവ്നെസ് ഈസ് എ റിട്ടൺ കംപ്ലൈന്റ് ഫിൽഡ് ബൈ ആൻ എംപ്ലോയി അല്ലെ, അവിടുത്തെ തൊഴിലാളികൾ റിട്ടൺ ആയിട്ട് തന്നെയാണ് എഴുതി കൊടുക്കുക. അത് എത്തരത്തിലുള്ളതാണ്? അത് അൺഫെയർ ട്രീറ്റ്മെന്റ് അല്ലെ, അന്യായമായ പെരുമാറ്റം കൊണ്ട് എംപ്ലോയറുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും രീതിയിലൊക്കെ ഉള്ള പെരുമാറ്റ രീതി കൊണ്ടുണ്ടാകുന്ന പരാതികളും ഉണ്ടാവാം എന്നുള്ളത്. പരാതികൾ മൂന്നായിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. പരാതികൾ എന്തൊക്കെയാന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തേര്. ഫസ്റ്റ് ഒന്ന് രണ്ട് പോയിന്റ്സ് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. കംപ്ലൈന്റ് എന്ന് പറയുന്നത് ദാറ്റ് എഫക്ട് വൺ ഓർ മോർ വർക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഗ്രീവ്നെസ് അല്ലെ, ഒന്നോ രണ്ടോ കൂട്ടർക്ക് മാത്രമായിട്ട് ഇതേമാതിരിയുള്ള പരാതികൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ എന്താ റിട്ടേൺ കംപ്ലൈന്റ് എന്നുള്ള രീതിയിൽ അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? അവരുടെ അന്യായമായ പെരുമാറ്റ രീതി കൊണ്ടും എന്തുണ്ടാവും? പരാതികൾ ഈ ഗ്രീവ്നെസ് ഉണ്ടാകാമല്ലോ. ലാസ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഗ്രീവ്നെസ്. എന്താണ്? നമ്മൾക്ക് ഇതുമായി പരാതികൾ വരാനായിട്ട് പല കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. മെയിൻ ആയിട്ട് നമ്മൾ പരാതികൾ വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? ചെറിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള കൂലി കൊടുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ആ പരാതികൾ ജസ്റ്റ് വായിച്ചു നോക്കാം. എന്താണ് എക്സാമ്പിൾസ്? ഓക്കെ, റിഗാർഡിംഗ് വേജുമായി ബന്ധപ്പെട്ട, കൂലിയുമായി ബന്ധപ്പെട്ട, റിഗാർഡിംഗ് സൂപ്പർവിഷൻ മേലാധികാരികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടാകാം. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, അതായത് വ്യക്തിപരമായിട്ട് നേരത്തെ കൂട്ടി അവർക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പരാതികൾ ഉണ്ടാവും. ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്, അവിടുത്തെ മൊത്തത്തിലുള്ള വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട അല്ലെ, ആ ഒരു കണ്ടീഷൻ ഒന്ന് മോശമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാവാം.
കളക്റ്റീവ് ബാർഗെയിനിങ്, നമുക്കറിയാം നമ്മുടെ ഡ്യൂട്ടിയുടെ സമയം അനുസരിച്ചിട്ടൊക്കെ അല്ലെ ആ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഷിഫ്റ്റിനൊക്കെ ചെയ്തപ്പോൾ ഡ്യൂട്ടി ചെയ്തതനുസരിച്ചിട്ട് കൂലി കിട്ടിയില്ലെങ്കിൽ അതൊക്കെ എന്താണ് ബാർഗെയിൻ ചെയ്ത് അല്ലെ വിലപേശി നമ്മൾക്ക് കാര്യങ്ങൾ സാധിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ബാർഗെയിനുകൾ ഉണ്ടാവാം. When the grievance redressal of machinery work effectively, it satisfactorily resolve most of the dispute between labor and management. നമുക്കറിയാം പ്രധാനമായിട്ടും അല്ലെ ഇത് പരാതി എന്ന് പറയുന്നത് ഒരു യന്ത്രം അല്ലെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് തന്നെ അല്ലെ റിഡ്രസൽ മെഷീനറി എന്ന് പറഞ്ഞാൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം ആണെങ്കിൽ ചോദിക്കുന്ന പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുക, അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് അത് കണ്ടെത്തുക, അങ്ങനെയുള്ള ഒരു നല്ല എഫക്റ്റീവ് മാനേജ്മെന്റ് ഉണ്ടായെങ്കിൽ ഇറ്റ് ഇസ് സാറ്റിസ്ഫാക്ടറി റിസോൾവ് മോസ്റ്റ് ഓഫ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. അങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ തന്നെ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്തുണ്ടായിരിക്കണം, നല്ലൊരു പരാതി പരിഹാര മാർഗം ഉണ്ടായിരിക്കണം അല്ലെ. അവിടെ കേൾക്കാനായിട്ട് പരാതികൾ കേൾക്കാനായിട്ടുള്ള ആളുകളും മാനേജ്മെന്റും ഉണ്ടാവണം. അതിനനുസരിച്ചിട്ട് പരിഹാരങ്ങൾ റിഡ്രസൽ എന്ന് പറയുമ്പോൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും പറ്റണം. അങ്ങനെയാണെങ്കിൽ അവിടെ വലിയ പ്രശ്നമില്ലാതെ തന്നെ കാര്യങ്ങൾ എളുപ്പമായി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. എന്താ ജനറൽ ആയിട്ടുള്ള കുറെ അവയർനെസ് ആണ് ഇതിലുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്റർ എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവായി അറിയില്ല. എനിവേ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇത് ഇന്നത്തെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചെറിയ സ്പീഡിലൊക്കെ നമുക്ക് എടുക്കേണ്ട വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മളിത് തീർക്കേണ്ട വന്നത്. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് വിവരിച്ച് തരേണ്ടതുണ്ടോ? ഇപ്പൊ ഇന്നെടുത്തതൊക്കെ മനസ്സിലായോ? ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഭാഗങ്ങളോ ഉണ്ടോ? എല്ലാവരും സൈലന്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ ആണെന്ന് പറയുന്നു, ക്ലിയർ ആണെന്ന് പറയുന്നു. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഒന്നും കൂടി പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള പേഴ്സൺസ് ആണ് നമ്മളിപ്പോൾ ഡ്യൂട്ടിയിൽ അല്ലെ എപ്പോഴും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ന്യൂ ജെൻ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അത് അവർ കൂടുതലായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുക അല്ലെ. അപ്പൊ അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഒരാഴ്ച അവര് ഒരു കാര്യം ചെയ്തത് ഈ ഒരു രീതിയിൽ ഒരു ടൈം അലോട്ട് ചെയ്ത് കൊടുത്ത രീതിയിലായിരിക്കും. പക്ഷെ നെക്സ്റ്റ് ടൈമിൽ ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് വേറൊരു ടൈം വേണമെന്ന് അവകാശപ്പെടാം. പക്ഷെ അവർ ഇച്ചിരി കൂടി അല്ലെ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് എങ്കിൽ അവർക്ക് അതിനൊക്കെ ഒരു അനുവദിച്ചു കൊടുക്കാം. അതായത് നമുക്കറിയാം ഇച്ചിരി ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ അവര് ടാലന്റഡ് ആണ്. പക്ഷെ അവർക്ക് ഏത് സമയത്ത് ഈ ഒരു കാര്യം അല്ലെ ഈ ഒരു കൃത്യമായിട്ട് വർക്ക് തരാൻ പറ്റുമെന്ന് അവര് നേരത്തെ കൂട്ടി പറയാനായിട്ട് പറ്റുന്നില്ല. അത് അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മോട്ടിവേഷൻ, അതായത് എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങൾ ഏതെങ്കിലും സമയത്ത് സബ്മിറ്റ് ചെയ്താൽ മതി, ഈ ഒരു മാസത്തിനുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ഡ്യൂട്ടി സബ്മിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർക്ക് വർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അവര് വർക്ക് ഓക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നേച്ചർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിന് ഓർഗനൈസേഷൻ ഒന്നുകൂടി. അത് ഏത് പോയിന്റ് ആണെന്ന് പറഞ്ഞേക്കാമോ? ഞാൻ വായിച്ചത് എനിക്കത്തെ മെസ്സേജ് പോയി ഇതിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞപ്പോഴേക്കും. നിങ്ങൾക്ക് സംസാരിക്കാം ഏത് ഇതാണെന്നുള്ളത്.
ഏത് ബാങ്ക്? ഓക്കെ, പറഞ്ഞോളൂ. ബാർഗെയിനിന്റെ